ബഹുമാനപ്പെട്ട പുതിയ മുഖ്യമന്ത്രി അദ്ദേഹം ചെറുപ്പാണ്, ഊർജ്ജസ്വലനാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഭരണം വരികയും പോവുകയും ചെയ്യും, പക്ഷേ ഒരു സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾക്കറിയാം ഇത്രയും വലിയൊരു ക്രൈസിസ് ഇവിടെ നടന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എല്ലാ രാജാക്കന്മാരെയും വിളിക്കുകയും UAE പ്രസിഡൻറ്റിനെ അടക്കം UAE പ്രസിഡൻറ്റിനെ വിളിച്ചു. അതുപോലെ GCCയിലെ എല്ലാ ഭരണകർത്താക്കളെയും രാജാക്കന്മാരെയും വിളിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ട്, അത് നമ്മൾക്കൊരു സ്ട്രെങ്ത്താണ്. ഇന്ത്യൻസ് ഇവിടെ ജീവിക്കുന്ന ഇന്ത്യൻസിന് അതൊരു സ്ട്രെങ്ത്താണ്. ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഷോപ്പിംഗ് മോൾ ഞാൻ കൊച്ചിയിലുണ്ടാക്കി. അതൊരു റെവല്യൂഷണറി സ്റ്റെപ്പായിരുന്നു. പക്ഷേ ജനങ്ങളെല്ലാം അതിനെ സ്വീകരിച്ചു. ഇന്ത്യയും യുണൈറ്റഡ് അറബ് എമിറേറ്റ്സും മറ്റു GCC രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ്. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇന്ന് UAE വിസിറ്റ് ചെയ്യുകയാണ്. 2 മണിക്കൂറാണ് അദ്ദേഹം UAEയിൽ തങ്ങിയതെങ്കിലും ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റും അദ്ദേഹത്തിൻ്റെ മകനായ അബുദാബി ക്രൗൺ പ്രിൻസ്, UAE ഡിഫൻസ് മിനിസ്റ്ററും ദുബായ് ക്രൗൺ പ്രിൻസുമായ ഷെയ്ഖ് ഹംദാൻ അടക്കം, ക്യാബിനറ്റ് മിനിസ്റ്റർ അടക്കം വലിയൊരു ഒഫീഷ്യൽ ഡെലിഗേഷനാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ഹിസ് ഹൈനസ് ദ പ്രസിഡൻറ്റ് നേരിട്ട് പോയാണ് എയർപോർട്ടിൽ അദ്ദേഹത്തെ സ്വീകരിച്ചത്. അദ്ദേഹവും ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രിയുമായിട്ടുള്ള ബന്ധം പേഴ്സണലി വെരി സ്ട്രോങ് ആൻഡ് കമേഴ്ഷ്യലി ബൈലാറ്ററൽ വെരി സ്ട്രോങ്. അപ്പോൾ ഇവിടെ 4.5 മില്യൺ 45 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. ഗൾഫിൽ മുഴുവൻ GCCയിൽ മുഴുവൻ മലയാളികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു അഭിമാനമാണ് ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ്. ഈ ക്രൈസിസ് നമ്മൾക്കറിയാം ഇത്രയും വലിയൊരു ക്രൈസിസ് ഇവിടെ നടന്നു. ഇപ്പോൾ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി എല്ലാ രാജാക്കന്മാരെയും വിളിക്കുകയും UAE പ്രസിഡൻറ്റിനെ അടക്കം UAE പ്രസിഡൻറ്റിനെ വിളിച്ചു. അതുപോലെ GCCയിലെ എല്ലാ ഭരണകർത്താക്കളെയും രാജാക്കന്മാരെയും വിളിച്ച് അവർക്ക് വേണ്ട സപ്പോർട്ട്, അത് നമ്മൾക്കൊരു സ്ട്രെങ്ത്താണ്. ഇന്ത്യൻസ് ഇവിടെ ജീവിക്കുന്ന ഇന്ത്യൻസിന് അതൊരു സ്ട്രെങ്ത്താണ്. അദ്ദേഹം എല്ലാ സപ്പോർട്ടും GCC രാഷ്ട്രങ്ങൾക്ക് അവിടെ രാജാക്കന്മാരോടും പറഞ്ഞത്. പിന്നെ സിപ്പ സൈനിങ്ങിന് ശേഷം ഇന്ത്യയും UAEയുമായിട്ട് ട്രേഡ് റിലേഷൻ വളരെയധികം വർദ്ധിക്കുകയുണ്ടായി. ഇതൊരു ഹബ്ബാണ്. ഇവിടെ സാധനങ്ങൾ കൊണ്ടുവരികയും യൂറോപ്പിലേക്കും മറ്റു മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും ആഫ്രിക്കയിലേക്കും എക്സ്പോർട്ട് നടത്തുകയാണ്. വലിയ ഫെസിലിറ്റികൾ അതിനുവേണ്ടി ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കോറിഡോർ വരികയാണ്, ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ആൻഡ് യൂറോപ്പ് കോറിഡോർ വരികയാണ്. അതൊക്കെ പുതിയ ഇനീഷ്യേറ്റീവാണ്. അതുകൂടാണ്ട് ഇപ്പോൾ ഈ ഒരു ക്രൈസിസ് ഉണ്ടായിട്ട് ഈ ഗൾഫിലൊന്നും ഒരു സാധനങ്ങൾക്കും ഒരു കുറവ് വന്നിട്ടില്ല. ഭക്ഷണ സാധനങ്ങൾക്ക് ഇലക്ട്രിസിറ്റി, വാട്ടർ, മറ്റ് ഫെസിലിറ്റികൾ, ഭക്ഷണ സാധനങ്ങളെല്ലാം സുഭിക്ഷമായിട്ടുണ്ട്. ഇവിടെ ഒന്നിനും ഒരു കുറവ് വന്നിട്ടില്ല. ഞാൻ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പോയി കണ്ട് അദ്ദേഹത്തിനോട് സഹായം അഭ്യർത്ഥിച്ചു. അദ്ദേഹം പറഞ്ഞു എൻ്റെ പേഴ്സണലായിട്ടും എൻ്റെ ഗവൺമെൻറ്റും ഈ ഗൾഫിലെ ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി എന്ത് സഹായവും ചെയ്യുമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. അതിന് അദ്ദേഹത്തോട് പ്രത്യേകം നന്ദി. പിന്നെ UAEയുടെ പ്രസിഡൻറ്റ് ഹിസ് ഹൈനസ് ഫൗണ്ടർ ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹിയാൻ, ഇപ്പോഴത്തെ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഫാദർ, അദ്ദേഹം ഒരു വിഷണറി ലീഡറായിരുന്നു. അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാനായിരുന്നു. അതേമാതിരി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകനും UAEയുടെ പ്രസിഡൻറ്റുമായ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ അവർകൾ. അദ്ദേഹം ഒരു വിഷണറിയാണ്, അദ്ദേഹം ഒരു സ്റ്റേറ്റ്സ്മാനാണ്. അദ്ദേഹവും ഇന്ത്യയുമായിട്ടുള്ള ബന്ധം വളരെ സ്ട്രോങ് ആണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയും വളരെ ദീർഘദൃഷ്ടിയുള്ള പ്രധാനമന്ത്രി ഈ അറബ് ഇസ്ലാമിക് രാജ്യങ്ങളുമായി വളരെയധികം ബന്ധവും അടുപ്പമാണ്. GCC മാത്രമല്ല, മറ്റ് ഈജിപ്ത് നോക്കിയാലും ശരി, അതല്ലെങ്കിൽ ജോർദാൻ നോക്കിയാലും ശരി, എല്ലാ രാജ്യങ്ങളിലും വളരെ അടുപ്പമാണ്. അതെല്ലാം നമ്മുടെ ഇന്ത്യക്കാർക്കൊരു അഭിമാനമാണ്. അതുകൂടാതെ ഈ വിഷു ആഘോഷിച്ച സന്ദർഭത്തിൽ, റമദാൻ ആഘോഷിച്ച സന്ദർഭത്തിൽ ഞാനും എൻ്റെ ടീമും രാവും പകലും ഫുഡ് സെക്യൂരിറ്റിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. അതെൻ്റെ മാർക്കറ്റിംഗ് മാനേജർ നന്ദകുമാറായാലും ശരി, എല്ലാവരും ഞങ്ങൾ ദിവസവും രാത്രിയും പകലും ഞങ്ങൾ അതിനുവേണ്ടിയുള്ള അധ്വാനമായിരുന്നു. ഈ സമയത്ത് ലാഭം നോക്കേണ്ട സമയമല്ല, ഈ സമയത്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണമെന്ന് ചിന്തിക്കേണ്ട സമയമല്ല. ഈ സമയത്ത് ഈ രാജ്യങ്ങൾക്കും ഇവിടെ ജീവിക്കുന്നവരെയും സെർവ് ചെയ്യുക എന്നുള്ളത്
ഇക്കണ്ട നാട് നമ്മളിവിടെ ജീവിച്ചതിനുള്ള ഒരു പ്രത്യുപകാരം എന്ന നിലയ്ക്കാണ് ഞങ്ങളത് ചെയ്തത്. ഇപ്പോഴത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഒരുപാട് ഫ്ലൈറ്റ് ഇന്ത്യയിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്നും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ കൊണ്ടുവന്നു, മീറ്റ് കൊണ്ടുവന്നു, മറ്റ് FMCG പ്രൊഡക്ട്സ് കൊണ്ടുവന്നു. അത് ഫ്ലൈറ്റ് ഇവിടുത്തെ ഗവൺമെൻറ് നമ്മളതിന് സപ്പോർട്ട് ചെയ്തു, ഫ്ലൈറ്റുകൾ തന്നു. കുവൈത്ത് ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തു, ഖത്തർ ഗവൺമെൻറ് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ഈ GCC രാജ്യങ്ങളുടെ ഭരണാധികാരികൾ എല്ലാം നമ്മൾക്ക് വേണ്ട സപ്പോർട്ട് ചെയ്തു. കാരണം ഇമ്പോർട്ടൻറ്റ് തിങ് ഇവിടെ ഫുഡ് സെക്യൂരിറ്റിയാണ്, അവൈലബിലിറ്റി ഓഫ് ദ ഫുഡാണ്. താങ്ക് യു. ഇന്ത്യയിലിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ആദ്യത്തെ ഷോപ്പിംഗ് മോൾ ഞാൻ കൊച്ചിയിലുണ്ടാക്കി. അതൊരു റെവല്യൂഷണറി സ്റ്റെപ്പായിരുന്നു. പക്ഷേ ജനങ്ങളെല്ലാം അതിനെ സ്വീകരിച്ചു. തിരുവനന്തപുരത്ത് അതുകൂടാതെ ഹൈപ്പർ മാർക്കറ്റുകൾ തുടങ്ങി കേരളത്തിൽ. ആദ്യം ഞാൻ എൻ്റെ സംസ്ഥാനത്താണ് ആദ്യം തുടങ്ങിയത്. കാരണം സ്റ്റാർട്ട്സ് ഫ്രം ഹൗസ്. ഞാൻ കേരളീയനാണ്. അപ്പോൾ ആദ്യം കേരളത്തിൽ തുടങ്ങി, അതിനുശേഷം UP-യിൽ പല സ്ഥലങ്ങളിലും തുടങ്ങി. അവിടെയൊക്കെ ഞങ്ങൾക്ക് വിജയമാണ്. ഇനിയും പല എക്സ്പാൻഷൻ പ്ലാൻസ് ഉണ്ട്. NRI ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ട്രീറ്റഡ് ആസ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പുതിയ നിയമം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി കൊണ്ടുവന്നതിന് ശേഷം ഞങ്ങൾക്ക് വളരെ ഈസിയാണിപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോടും ഗവൺമെൻറ്റിനോടും മന്ത്രിസഭയോടും ഉദ്യോഗസ്ഥന്മാരോടുമുള്ള പ്രത്യേകമായ നന്ദി ഞങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രമാണ് ഭാരതം. അതിലൊരു സ്റ്റേറ്റാണ് കേരളം. ഭരണം വരികയും പോവുകയും ചെയ്യും, പക്ഷെ ഒരു സിസ്റ്റമാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ബഹുമാനപ്പെട്ട പുതിയ മുഖ്യമന്ത്രി, അദ്ദേഹം ചെറുപ്പാണ്, ഊർജ്ജസ്വലനാണ്. അദ്ദേഹത്തിന് എല്ലാ ആശംസകളും നേരുന്നു. ഈ കേരളത്തിൻ്റെ ഉയർച്ചയിലും വളർച്ചയിലും ഞങ്ങളെ കണ്ട് കഴിയുന്ന എല്ലാ സഹായവും ഏത് സമയത്തും അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ഗവൺമെൻറ്റിനും ഉണ്ടാകും എന്നുകൂടി ഈ അവസരത്തിൽ പറയുകയാണ്.